ഹലോ ഗൈസ്, അപ്പോൾ 2026 പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ ഞങ്ങളുടെ വട്ടവട ട്രിപ്പിൻ്റെ വ്ളോഗ് ആയിക്കോട്ടെ വെച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് വണ്ണപുരം കോട്ടപ്പാറ വ്യൂ പോയിന്റ്. ഞങ്ങൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ജസ്റ്റ് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. അങ്ങനെ ചായയൊക്കെ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ നേരെ മേലോട്ട് കയറി വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊരു 6:30 സമയത്ത് വന്നാൽ ഫുൾ മേഘങ്ങളായിട്ട് മൂടപ്പെട്ട സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങൾ ലേറ്റായിപ്പോയി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും മേഘവും ഇല്ല, ഒന്നുമില്ല, ആകെ ഫുൾ ചൂടും ഒക്കെ ആയിരുന്നു. എന്തായാലും വ്യൂ അടിപൊളിയായിരുന്നു, നൈസ് വ്യൂ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഇത്രയും ധൃതി പിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം ഞങ്ങളാരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാൻ കയറി. നേരെ പോയി ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഞാനും ചിന്നുവും ദോശ പറഞ്ഞു. ഇപ്പൊ 12:30, ഒരു 2 മണി. എന്നിട്ട് മാങ്ങ, അത് ഉപ്പിലിട്ട മാങ്ങ വേണമായിരുന്നു. മാങ്ങ അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് ബോറടിച്ച് ഞങ്ങളൊരു കടയിൽ നിർത്തി കുറച്ച് കരിക്കും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, എല്ലാവരും ഇറങ്ങി നിന്നു. ഫുൾ ബോറായിരുന്നു, ഫുൾ ബ്ലോക്ക് അല്ലായിരുന്നോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കരിക്കൊക്കെ കുടിച്ച് കുറച്ച് വ്യൂസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം കാറിൽ കയറാൻ പോയി. കാരണം ഇനിയും ബ്ലോക്കിൽ കിടക്കണേ. ഞങ്ങളൊരു ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി ചായ പിടിച്ച. നമ്മൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ? 6:25. ഇപ്പൊ സമയം 2:21. 2:21. ഞങ്ങളിപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ് ഗൈസ്. വട്ടവിടെ എത്തിയിട്ടില്ല. ഇതിപ്പോ ബാത്റൂമിൽ പോകാനും പറ്റാണ്ട് കുഞ്ഞാ പെട്ടിരിക്കുകയാണ് ഗൈസ്. കാണുന്നുണ്ടോ വഴി? എന്തൊക്കെയോ നിർത്താൻ പാടില്ല, ഇവിടെ നിർത്താൻ പാടില്ല. എന്തൊക്കെയോ മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നു. അല്ല, കൊരങ്ങന. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. സ്റ്റീഫൻസ് ലെഗസി, അതായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഇത് ഞങ്ങളുടെ റൂം. ആക്ച്വലി നല്ല സ്റ്റേ ആയിരുന്നു. 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ ബാൽക്കണി വ്യൂ അടിപൊളിയാണ്. അങ്ങനെ ബാൽക്കണിയിലെ വ്യൂ നോക്കി നിന്ന് കുറേ ടൈം അങ്ങനെ പോയി. ബാൽക്കണി വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായ ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്താലോ എന്നും പറഞ്ഞ് നീങ്ങി. നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. നമ്മൾ സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല,
ഈ മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നതേ പൂളിൽ ഇറങ്ങാനായിരുന്നു, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല, കൊടും തണുപ്പ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓൾറെഡി ലേറ്റ് ആയിട്ട് വന്ന ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം തണുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പൂളിൽ ഇറങ്ങാണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കരയല്ലേ? എന്താണ് എന്താണ് നമുക്ക് 9 ഡിഗ്രിയിൽ പൂളിൽ കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ നിന്നാപ്പിനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ഒന്ന് റെഡിയായി ഞങ്ങളുടെ പ്ലേ ഏരിയയിലേക്ക് പോയി. ഇറ്റ് വാസ് റിയലി ഫൺ. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിരിക്കാനായി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. ഞങ്ങൾ പോയ റിസോർട്ടിൽ പ്ലേ ഏരിയയും പൂളും മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു ക്യാൻറ്റീനും കിഡ്സ് പ്ലേ ഏരിയയും ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരുന്നു ഞങ്ങൾ താമസിച്ച റിസോർട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു ആസ് യൂഷ്വൽ. ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂംസ്. അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അങ്ങോട്ടേക്ക് പോയി അടിക്കോ? എന്ത് വയ്യ കണ്ടാ ചിരിയേ വരത്തുള്ളൂ. സർജറി തോന്നി. ചെറിയ ചാറ്റമഴ വന്നതോടുകൂടി നിന്നാപ്പിയും കുഞ്ഞായി റൂമിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിന്നു. നമ്മുടെ പൂൾ, ഇറങ്ങാൻ പറ്റാത്ത പൂൾ, തണുത്ത് വിറഞ്ഞിരിക്കുന്ന പൂൾ, അങ്ങനെ പറ. ആദ്യമായിട്ടല്ലേ നമ്മള് പൂള് വന്നിട്ട് പൂൾ ഇറങ്ങാണ്ട് പോകുന്നേ അല്ലേ? ഐസ് നാളെ തിരിച്ചു കൊണ്ടുവരില്ല. കോട ഉണ്ട്, കാണാൻ പറ്റും. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് റൂമിലേക്ക് പോകാന്ന് വെച്ചു. വിഷ്ണുവിന്റെ വീടെവിടാ? അങ്ങനത്തെ ദൂരെയാ? തണുക്കണു ഞാൻ ചോദിക്കണോ? തണുക്കണുവിന്റെ വീടെവിടെ? ഫുഡ് റെഡി ആയോ? ഇവിടെ അനക്കാവിയൊന്നും ഇല്ലല്ലോ. ഫുഡ് റെഡി ആകുമ്പോൾ വരാം, റൂമിൽ പോവാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും പൊതിച്ച് മൂടി കിടക്കാൻ തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് സോ കോൾഡ്. അങ്ങനെ റൂമിലിടാൻ ചെരുപ്പ് പോലും എടുക്കാണ്ട് വന്ന് ഞങ്ങൾ കുറച്ച് ഡാൻസ് ആവാമെന്ന് കരുതി ഡാൻസ് ഇങ്ങനെ തുടങ്ങി. ഇത്
ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. അങ്ങനെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടക്കാൻ ഇറങ്ങി. നേരെ അവിടെ നിന്ന് പോയി ഡിന്നറും കഴിച്ച് നേരെ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ ഡേ 1 ഇത്രയായിരുന്നു ഞങ്ങളുടെ വട്ടവട.